ഇതൊരു കസ്റ്റമൈസ്ഡ് ഹെയർ ബോണ് രണ്ടെണ്ണമാണ് ചെയ്തത്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഞാനൊരു നെറ്റ് എടുത്തിട്ടുണ്ട്. നെറ്റ് നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയൊരു പീസ്, നമ്മുടെ പീസ് ആ ഒരു ഇതിൻ്റെ വീതി നീളം അനുസരിച്ച് നമുക്ക് അതിൻ്റെ എന്താ പറയുക ഒരു ഹെയർ ബോ ചെയ്യുന്നതിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് മാറിക്കിട്ടും. കുറച്ച് ഒത്തിരി വലുതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല വലുതായിട്ട് കിട്ടും. നമുക്ക് ചെറുത് മതിയെങ്കിൽ ഒരു മീഡിയം സൈസിൽ എടുത്താൽ മതി കേട്ടോ. ഞാനത് മെഷർ ചെയ്തില്ല, കാരണം ഒരു ചെറിയൊരു പീസാണ് ഞാൻ എടുത്തത്. ഇതുപോലെ മൂന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിന് സെൻറ്റർ നമ്മൾ ബോ ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഫോൾഡിങ് ചെയ്തിട്ട് ഇനി ഇത് ചെയ്യുന്നതാണ് നമ്മൾ ഈ പ്ലേറ്റ് മടക്കത്തില്ലേ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടും ഈ പ്ലേറ്റ് എടുക്കുന്നത് പോലെ ജസ്റ്റ് തന്നെ ഫോൾഡ് ചെയ്ത്, ഇപ്പം ഞാനൊരു ഫോൾഡിങ് അങ്ങോട്ട് കൊടുത്താൽ ആ ഒരു ഈക്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പ്ലേറ്റ്സ് പോലെ എടുക്കുക. കണ്ടോ? ഇതാണ് പെർഫെക്റ്റ് ആയിട്ട്. നോക്കി, ഞാനിപ്പോൾ വേറെ ഒന്നും ചെയ്തില്ല, കൈ എടുക്കുമ്പോൾ നോക്കി അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയർ ബോ ആയിട്ടുണ്ട്. ഇനി ഇതിനെ സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് ബാലൻസ് എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ബോ റെഡി ആയിട്ടുണ്ട്. അതിന് കുറച്ചൊരു തിക്നെസ് കാണും. നമ്മളത് എന്താ പറയുക, അത് കോർത്തെടുത്ത് ചെയ്യുമ്പോൾ അതിനൊന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. ഇതാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നമ്മൾ ആ ഒരു ഫോൾഡിങ്ങിലാണ് ഹെയർ ബോ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. ഇനി ബാലൻസ് എല്ലാം ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. ഇനി ഒന്ന് ജസ്റ്റ് വിടർത്തി എടുക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷേ നമ്മളിങ്ങനെ പ്ലേറ്റൊക്കെ വെച്ചെടുക്കുമ്പോൾ നെറ്റൊക്കെ ആകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അങ്ങിരിക്കും, ഒരു മടക്കോ അങ്ങനെയൊന്നും ഇല്ലാതെ. ഓക്കെ, ഇനി അടുത്ത് ഈ ഹെയർ ബോ വന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ബീഡ്സ് കൊടുക്കുകയാണ്. ഇത് ഒത്തിരി വെറൈറ്റി ചെയ്യും, കാരണം ഞാൻ ഈ ഹെയർ ബോ നെറ്റിൽ ഞാൻ ഒത്തിരി വെറൈറ്റി ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. കാരണം ഒത്തിരി ഡിഫറെൻറ്റ് ഷേപ്പ്, നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ ചെയ്തെടുക്കാം. നെറ്റിൽ നമുക്ക് പല ബീഡ്സ് കൊടുക്കാം, സ്റ്റോൺസ് കൊടുക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടുന്ന ഒരു ഇതാണ് നമ്മുടെ ഹെയർ ബോ ചെയ്യുന്നതിൽ നമുക്ക് ബീഡ്സ് വെച്ച് ചെയ്യുമ്പോൾ. ഈ ബീഡ്സ് കൊടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. ഞാനിതിലേക്ക് സെയിം കളർ തന്നെയാണ്, നമുക്കിപ്പോൾ നമുക്ക് വൈറ്റും പിങ്കും ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോൺസും കൊടുക്കാം കേട്ടോ. ഞാൻ സ്റ്റോൺസ് കൊടുക്കുന്നില്ല, വെറും ബീഡ്സ് മാത്രം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലെയറായിട്ട് നിങ്ങൾക്കിത് ഒരു ലെയർ വേണോ 2 ലെയർ വേണമെങ്കിൽ 2 ലെയർ ബീഡ്സ് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. നിങ്ങൾക്ക് ബീഡ്സ് നമ്മൾ കൂടുതലൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു സിംഗിൾ ലെയറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലെയർ ആ ബീഡ്സ് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എന്നൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഗ്ലൂവിൽ നന്നായിട്ട് അത് പേസ്റ്റ് ആയിരിക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ കൈ കൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് പേസ്റ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുത്ത് ഒരേ ലെവലിൽ നമ്മൾ കൊടുക്കുന്ന ഒരേ ലെവലിലാക്കി എടുക്കുക. ഇനി ഇത് ഒരു ലെയർ കൂടെ വേണമെങ്കിൽ ഒരു ലെയർ കൂടെ കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്റ്റോൺസ് വേണമെങ്കിൽ സ്റ്റോൺസ് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്ത് ഇത് ചെയ്തെടുക്കാം. ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആ ഒരു ലെയർ നല്ല പെർഫെക്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തു, അതിനെല്ലാം ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കണ്ടില്ലേ, എല്ലാം ഒത്തിരി ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക. ഇനി അതേപോലെ ഇപ്പുറത്തെ സൈഡും നമ്മൾ ചെയ്തെടുക്കുക. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇത് ജസ്റ്റ് ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്ത ഹെയർ ബോ മാത്രമായിട്ട് വെക്കാനും ഭയങ്കര ഭംഗിയാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് മുതിർന്നവർക്കും വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. സെയിം ഇപ്പുറത്തും അതുപോലെ ജസ്റ്റ് ഒന്ന് കൊടുത്ത് അറേഞ്ച് ചെയ്ത് നമ്മൾ വെച്ചിട്ട് അതിനൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്യണം. എല്ലാം ഒരുപോലെ ആക്കി ഒരു ഓർഡറിലാക്കി അറേഞ്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ബോ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു ഹെയർ ബോ മാത്രമായിട്ട് ഒരു അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്താലും ഭയങ്കര ഭംഗിയായിരിക്കും. ഇനി അടുത്ത് 5 mm ഞാൻ നമ്മുടെ വയർ എടുത്തിട്ടുണ്ട്. ഇത് 4 mm ആയാലും നല്ലതാണ് കേട്ടോ. 5 mm വേണമെന്നില്ല, 4 mm മതിയാവും. അതിലേക്ക് ഞാൻ ബീഡ്സ് സെയിം കളറിലെ ബീഡ്സ് തന്നെയാണ് കോർത്തെടുക്കുന്നത്. ഇപ്പോൾ സെയിം കളർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് അതിന് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടെങ്കിൽ അതും ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ബീഡ്സ് നമുക്ക് ഈ ഒരു ഹെയർ ബോ ചെയ്യാൻ ആവശ്യമായി ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ലെയർ ബീഡ്സ് കോർത്തെടുത്തു കേട്ടോ. കോർത്തെടുത്ത് നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാമല്ലോ. തികയാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും കോർത്ത് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ബീഡ്സ് എല്ലാം കോർക്കുക. അവസാനം ഇത് കോർത്തിങ്ങനെ നിവർത്തി എടുത്തതിന് ശേഷം എഡ്ജിൽ ഒരു ബീഡ്സ് ഇട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്തെടുത്തു. അടുത്ത ഒരു എഡ്ജിലാണ് ഞാൻ ബീഡ്സ് ഇട്ടത്. ഇനി അടുത്തത് ബീഡ്സ് ട്വിസ്റ്റ് ചെയ്ത് വെച്ചത്. അതിനുശേഷം അടുത്ത എഡ്ജ് എന്ത് ചെയ്യുക, നമ്മളെ ഹെയർ ബോയിൽ ടൈ ചെയ്യുക, നന്നായിട്ട് ടൈ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ഈ ബീഡ്സ് എടുക്കുമ്പോൾ അടുത്ത സൈഡിൽ നിന്ന് ബീഡ്സ് പുറത്ത് പോകത്തില്ല, അതവിടെ കറക്റ്റായിട്ട് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ കോർത്ത് കഴിഞ്ഞാൽ ബീഡ്സ് പുറത്ത് പോകും. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നന്നായിട്ട് ടൈ ചെയ്തതിന് ശേഷം 2 ബീഡ്സ് വെച്ച് എന്ത് ചെയ്യുക, ഓരോ ലെയറും ചുറ്റി ചെയ്യുക. അത്രയേ ഉള്ളൂ. നന്നായിട്ട് 2-3 പ്രാവശ്യം ടൈ ചെയ്യുക കാരണം പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ ആദ്യം
പുറകിലോട്ട് മടക്കില്ലേ, ആ ഒരു ഫോൾഡിങ് അത് അതിൻ്റെ അടുത്ത ഫോൾഡിങ് അല്ല അതിൻ്റെ പുറത്ത് നിൽക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പുറകിലേക്ക് ഒരു ചെറിയ എന്താ പറയുക ഷാർപ്നെസ് പോലെ ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ്. അതിനുശേഷം ഇതുപോലെ ട്യൂബ് ബീഡ്സ് വെച്ച് കോർത്തെടുക്കുക. നമുക്ക് ഏതുവരെയാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഹെയർ ബോ നമ്മൾ എവിടെയാണ് ഫിക്സ് ചെയ്യുന്നത് അതുവരെ ഇതുപോലെ ബീഡ്സ് വെച്ച്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ബീഡ്സ് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ടൈ ചെയ്ത് പോകുക. ഇത് ടൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഗ്യാപ്പ് വരാതിരിക്കുക, നന്നായി ടൈറ്റായിട്ട് തന്നെ ചെയ്യുക. പിന്നെ 3mm ബീഡ്സ്, 3mm വയർ എടുക്കരുത്, അത് പൊട്ടുന്നുണ്ട്. എനിക്ക് ഒത്തിരി പേര് ഞാൻ 3mm ചെയ്തത് പൊട്ടിപ്പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പർപ്പസ്ഫുള്ളി അല്ല, പക്ഷേ അങ്ങനെ അത് പൊട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം 4mm 5mm തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇതുവരെ ഏകദേശം ചെയ്തെടുത്തു. ഇനി ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഒരു ആക്യുറേറ്റ് സ്പേസ് മനസ്സിലാക്കി, അത് എത്ര ഒരു ഗ്യാപ്പ് വേണം അത് നിൽക്കാൻ. എന്നിട്ട് അതിനെ കട്ട് ചെയ്യാതെ അതിനെ വീണ്ടും അത് ജസ്റ്റ് അത്രയൊന്ന് ട്വിസ്റ്റ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് ബാക്കി സ്പേസോട്ട് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്ത് നിർത്തുക. അല്ലെങ്കിൽ ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് ഡ്രൈ ആയിട്ട് ബാക്കി ചെയ്യാം. അല്ല ഇപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ എത്ര മെഷർമെൻറ്റ് വേണമെന്ന് നോക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റി നിർത്തിയ ശേഷം ബാക്കി നമ്മളെ ബീഡ്സ് കവർ ചെയ്ത് ചുറ്റുക, ഞാൻ ഇപ്പോൾ ചെയ്തതുപോലെ. കണ്ടോ, ഇത് ബാക്കി ഒരു നമ്മൾ ചെയ്ത ഈ ഒരു സൈഡ് കംപ്ലീറ്റ് അങ്ങ് ഫിനിഷ് ചെയ്യുക. എല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒത്തിരി ടൈം വേസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ അവസാനം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ നോക്കണം 2 സൈഡും ഈക്വലാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നോക്കുക. അപ്പോൾ കൂടുതൽ ബീഡ്സ് വേണമെങ്കിൽ അവിടെ ബീഡ്സ് കൊടുക്കുക, ബീഡ്സ് കൊടുത്തിട്ട് വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്യുക. ഒരു ലെയറൂടെ ആവശ്യമുണ്ടായിരുന്നു, ഒരു ലെയറൂടെ കൊടുത്ത് എന്നിട്ട് അത് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് നന്നായിട്ട് അതിനെ ചുറ്റി നമ്മൾ പുറത്തേക്ക് ചുറ്റരുത്. ഏതെങ്കിലും ഒരു ലെയറിലെ ബീഡ്സിൻ്റെ ഇടയിലേക്ക് നന്നായിട്ട് ചുറ്റി കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ബീഡ്സിൻ്റെ ഇടയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, എഡ്ജ് പോർഷൻ നിർത്തുക. അല്ല എങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഇളകി അടിഭാഗത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ ഈ ഹെയറിൽ ഇങ്ങനെ ചുറ്റി ഇളകും, പിള്ളേരുടെ തലയിലും കൊള്ളും കേട്ടോ. അതുകൊണ്ടാണ്. എന്നിട്ട് ഇതുപോലെ അകത്തേക്ക് കുത്തി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും, പിന്നെ അത് ഇളകി വരത്തില്ല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഹെയർ ബോ അറ്റാച്ച് ചെയ്യണം. കണ്ടല്ലോ, അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ഗ്യാപ്പാണ്, എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. ഇനി നമുക്ക് ഈ ഹെയർ ബോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗൺ വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് B7000 ഗ്ലൂവും വെച്ച് ഒട്ടിക്കാം കേട്ടോ. ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാവും, നന്നായിട്ട് പേസ്റ്റ് ആയി കിട്ടും. ഇനി സെൻറ്ററിലേക്ക് ഒരു ചെറിയ അതുപോലത്തെ നെറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്റ്റോൺ ചെയിനോ അങ്ങനെ ഏതായാലും മതി, അതാണെങ്കിൽ അത് കൊടുക്കാം. ജസ്റ്റ് സെൻറ്റർ ഒന്ന് വേണ്ട ഗ്ലൂ അപ്ലൈ ചെയ്തു. ഹെയർ ബോയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് കവർ ചെയ്യുന്നത്. നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലായി, ഹെയർ ബോയിൽ അടിയിൽ കൂടെ, അല്ലാതെ നമ്മൾ ഒട്ടിച്ച് വയ്ക്കുക അങ്ങനെയും ചെയ്യാം. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഇത്. നമ്മൾ ഹെയർ ബോയും കൂടെ നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കവർ ചെയ്യുക. കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഗ്ലൂ ഗണ്ണാണ്, നല്ല മെൽറ്റായിരിക്കുന്നതാണ്, നമ്മുടെ കൈകൾ കൊണ്ട് നന്നായിട്ട് അത് പൊള്ളും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് അതിനൊന്ന് കവർ ചെയ്യുക. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫിക്സ് ആയിരുന്നോളും, ഇത് ഇളകത്തൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ ഹെയർ ബോ നന്നായിട്ടൊന്നൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അതൊന്ന് നമ്മൾ ഈ ഒട്ടിച്ചപ്പോൾ അത് മടങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വെക്കുക. എന്നിട്ട് സെൻറ്ററിലേക്ക് കുറച്ച് നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലെയറിൽ 3 ബീഡ്സ്, കാരണം അത്യാവശ്യം നല്ല ഗ്ലൂ അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഗ്ലൂ വയ്ക്കുകയാണ്. ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഒരു അറ്റാച്ച്മെൻറ്റ്, ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ കാണിച്ച ഒരു അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ടാണ്. അത് ഇന്നലെ ഇട്ട വീഡിയോയിൽ നിങ്ങൾ ഇന്നലത്തെ മുന്നോട്ടിട്ട വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ആ അറ്റാച്ച്മെൻറ്റ് എങ്ങനെ സെൻറ്ററിൽ വെച്ച് ആ പാച്ചസ് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന്. അപ്പോൾ അത് ജസ്റ്റ് കൊടുത്തു, പിന്നെ ഓരോ 3 ബീഡ്സ് സൈഡിൽ കൊടുത്തു. ഇത് ചെയ്തിരിക്കുന്ന വേറെ മെത്തേഡാണ്. സെൻറ്ററിലേക്ക് ഞാൻ കുറച്ച് ബീഡ്സാണ് കൊടുത്തത്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാനിത് 2 ഒരാൾക്കുള്ള കസ്റ്റമൈസേഷൻ ആയതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഓക്കെ, ഇതിലേക്ക് ഒരു ലെയറിൽ 3 ബീഡ്സ് വെച്ച് ഇങ്ങനെ സെൻറ്ററിലേക്ക് ബീഡ്സ് ഇങ്ങനെ ഗ്ലൂ വെച്ച് കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളുടെ വയർ ഉണ്ടെങ്കിൽ വയറിൽ തന്നെ കണക്ട് ചെയ്ത് സെൻറ്ററിൽ 3 ബീഡ്സ് കൊടുത്ത് അങ്ങനെ ചെയ്താലും മതി. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് ഇരുന്നോളും കേട്ടോ, ഇളകിയൊന്നും പോകത്തില്ല ബീഡ്സ്. എന്നിട്ട് എൻഡ് ടേപ്പ് കൊണ്ട് എഡ്ജ് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇതൊക്കെ കവർ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയർ ബോ നമുക്ക് കിട്ടും കേട്ടോ.
നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നെറ്റിൽ ചെയ്തെടുക്കുന്നത് എന്താ പറയുക, കണ്ടാലും എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്, ഒരു അട്രാക്ഷനാണ്.